നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വെൽക്കം ടു മൈ PSC ബുള്ളറ്റ്. അശ്വമേധം എന്ന മലയാള ചലച്ചിത്രം സംവിധാനം ചെയ്തത് ആര്? ശ്രീനാരായണ ഗുരു, വാഗ്ഭടാനന്ദൻ, നാരായണ പണിക്കർ, ഡി വിൻസെൻ്റ്. അശ്വമേധം എന്ന മലയാള ചലച്ചിത്രം സംവിധാനം ചെയ്തത് ഡി വിൻസെൻ്റ് ആണ്. മുഗളരിൽ നിന്ന് കോഹിന്നൂർ സ്വന്തമാക്കിയ ആക്രമണകാരി നാദിർ ഷാ, അക്ബർ, ബഹദൂർ ഷാ, ഔറംഗസേബ്. മുഗളരിൽ നിന്ന് കോഹിന്നൂർ സ്വന്തമാക്കിയ ആക്രമണകാരിയായിരുന്നു നാദിർ ഷാ. മൃത്യുഞ്ജയം എന്ന നാടകം വഹിച്ച നവോത്ഥാന നായകൻ? വള്ളത്തോൾ, വയലോപ്പിള്ളി, കുമാരനാശാൻ, ഒളപ്പമണ്ണ. മൃത്യുഞ്ജയം എന്ന നാടകം വഹിച്ച നവോത്ഥാന നായകനായിരുന്നു കുമാരനാശാൻ. ഇന്ത്യൻ വിപണിയിലെ ഏറ്റവും വില കൂടിയ സുഗന്ധവ്യഞ്ജനം ഏത്? കുരുമുളക്, മഞ്ഞൾ, ഏലം, കുങ്കുമം. ഇന്ത്യൻ വിപണിയിലെ ഏറ്റവും വില കൂടിയ സുഗന്ധവ്യഞ്ജനമാണ് കുങ്കുമം. ഇന്ത്യൻ കറൻസിയിൽ എത്ര ഭാഷയിൽ മൂല്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്? 18 ഭാഷയിൽ, 32 ഭാഷകളിൽ, 23 ഭാഷകളിൽ, 17 ഭാഷകളിൽ. 17 ഭാഷകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ റെയർ എർത്ത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ചവറ, കുണ്ടറ, കൊടുങ്ങല്ലൂർ, മേപ്പാടി. ഇന്ത്യൻ റെയർ എർത്ത് സ്ഥിതി ചെയ്യുന്നത് ചവറയിലാണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിസ്തീർണത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്ര? 22, 21, 20-ാം സ്ഥാനം, 19-ാം സ്ഥാനം. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിസ്തീർണത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം 21 ആണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ തദ്ദേശീയ ഭാഷകളുള്ള സംസ്ഥാനം? ഉത്തർപ്രദേശ്, ആന്ധ്രാപ്രദേശ്, ഗോവ, അരുണാചൽ പ്രദേശ്. ഏറ്റവും കൂടുതൽ തദ്ദേശീയ ഭാഷകളുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ് ആണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം മുഖ്യമന്ത്രിയായ വനിത? വിജയലക്ഷ്മി പണ്ഡിറ്റ്, ജ്യോതി ബസു, മായാവതി. ഇവരാരുമല്ല. ഏറ്റവും കൂടുതൽ പ്രാവശ്യം മുഖ്യമന്ത്രിയായ വനിതയാണ് മായാവതി. ഇന്ത്യൻ ശിക്ഷാ നിയമം നടപ്പിലാക്കിയ വർഷം? 1876, 1861, 1889, 1865. ഇന്ത്യൻ ശിക്ഷാ നിയമം നടപ്പിലാക്കിയത് 1861 മുതലാണ്. ഇന്ത്യൻ ടെലഗ്രാഫ് ചെടി എന്നറിയപ്പെടുന്നത്? തുളസി, രാമനാഥ പച്ച, ആര്യവേപ്പ്, മുള്ളങ്കി. ഇന്ത്യൻ ടെലഗ്രാഫ് ചെടി എന്നറിയപ്പെടുന്നത് രാമനാഥ പച്ചയാണ്. ഇന്ത്യൻ ടീം ആദ്യമായി അന്റാർട്ടിക്ക പര്യടനം നടത്തിയ വർഷം? 1982, 1898, 1986, 1965. 1982 ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ ഫാക്ടറി സ്ഥാപിക്കപ്പെട്ടത്? ചെന്നൈ, ജോധ്പൂർ, തിരുവനന്തപുരം, ഋഷികേശ്. ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ ഫാക്ടറി സ്ഥാപിക്കപ്പെട്ടത് തിരുവനന്തപുരത്തായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ സർവകലാശാല? തിരുനെല്ലി, മൂന്നാർ, ഷൊർണൂർ, വിജയവാഡ. ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ സർവകലാശാല സ്ഥാപിതമായത് വിജയവാഡയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ജൂതപ്പള്ളി ഏത് സംസ്ഥാനത്താണ് നിർമ്മിക്കപ്പെട്ടത്? കേരളം, തമിഴ്നാട്, കർണാടക, ഗുജറാത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ ജൂതപ്പള്ളി നിർമ്മിക്കപ്പെട്ടത് കേരളത്തിലായിരുന്നു. ഇന്ത്യയിലെ ഹൈക്കോടതികളിൽ ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ളത്? ഹൈദരാബാദ്, അലഹാബാദ്, കൊൽക്കത്ത, കേരളം. ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ളത് അലഹബാദ് ഹൈക്കോടതിയിലാണ്. ഇന്ത്യയിലെ തേയിലത്തോട്ടം എന്നറിയപ്പെടുന്നത്? ബീഹാർ, ആസാം, പഞ്ചാബ്, മഹാരാഷ്ട്ര. ഇന്ത്യയിലെ തേയിലത്തോട്ടം എന്നറിയപ്പെടുന്നത് ആസാമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ നാനോ ടെക്നോളജി പഠന കേന്ദ്രം? മുംബൈ, കൊൽക്കത്ത, ചെന്നൈ, ബാംഗ്ലൂർ. ഇന്ത്യയിലെ ആദ്യത്തെ നാനോ ടെക്നോളജി പഠന കേന്ദ്രം ബാംഗ്ലൂരുവിലാണ്.
ലക്ഷദ്വീപ് സമൂഹത്തിൽ എത്ര ദ്വീപുകളാണ് ഉള്ളത്? 35 ദ്വീപുകൾ, 34, 36 ദ്വീപുകൾ, 33. 36 ദ്വീപുകൾ കൂടി ചേർന്നതാണ് ലക്ഷദ്വീപ്. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവ് ഫാഹിയാൻ, വിജയലായൻ, റിപ്പൺ പ്രഭു, മുഹമ്മദ് ബിൻ കാസിം. റിപ്പൺ പ്രഭുവാണ്. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര്? മാഡം ഭിക്കാജി കാമ, ദാദാഭായ് നവറോജി, ബാലഗംഗാധര തിലകൻ, രവീന്ദ്രനാഥ ടാഗോർ. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് മാഡം ഭിക്കാജി ഗാമയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചെമ്മരിയാടുകളുള്ള രാഷ്ട്രം ഏത്? ആസ്ട്രേലിയ, തെക്കേ അമേരിക്ക, ഏഷ്യ, ആഫ്രിക്ക. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചെമ്മരിയാടുകൾ ഉള്ളത് ആസ്ട്രേലിയയിലാണ്. മനുഷ്യൻ്റെ ഒരു കൈയിൽ ആകെ എത്ര അസ്ഥികളുണ്ട്? 20 അസ്ഥികൾ, 25 അസ്ഥികൾ, 30 അസ്ഥികൾ, 40 അസ്ഥികൾ. മനുഷ്യൻ്റെ ഒരു കൈയിൽ 30 അസ്ഥികളാണ് ഉള്ളത്. കീടവിഷങ്ങൾക്കുപയോഗിക്കുന്ന ഔഷധസസ്യം ഏത്? ആടലോടകം, തിപ്പലി, ആര്യവേപ്പ്, പനിക്കൂർക്ക. കീടവിഷങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഔഷധസസ്യമാണ് ആര്യവേപ്പ്. കരളിൽ സംഭരിക്കുന്ന വൈറ്റമിൻ ഏത്? വൈറ്റമിൻ ഇ, വൈറ്റമിൻ സി, വൈറ്റമിൻ കെ, വൈറ്റമിൻ എ. കരളിൽ സംഭരിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ എ. കേരളത്തിൽ ക്രൈസ്തവരുടെ ഇടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന കലാരൂപം ഏത്? മാർഗം കളി, ചവിട്ടുനാടകം, കോൽക്കളി, ഒപ്പന. ചവിട്ടുനാടകമാണ് ശരിയായ ഉത്തരം. ധ്യാൻചന്ദിൻ്റെ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ള വിദേശ നഗരം ഏത്? റൂർക്കേല, കൂർഗ്, വിയന്ന, സൗദി. ധ്യാൻചന്ദിൻ്റെ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ള വിദേശ നഗരമാണ് വിയന്ന. അന്താരാഷ്ട്ര വികലാംഗ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഒക്ടോബർ 11, ഡിസംബർ 3, നവംബർ 9, സെപ്റ്റംബർ 2. അന്താരാഷ്ട്ര വികലാംഗ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 3-നാണ്. തെങ്ങോലകൾ ചുക്കിച്ചുളിഞ്ഞു പോകുന്ന തെങ്ങിനെ ബാധിക്കുന്ന രോഗമേത്? മണ്ടരി, കൂമ്പുചീയൽ, ദ്രുതവാട്ടം, മഞ്ഞളിപ്പ്. മണ്ടരിയാണ് ശരിയായ ഉത്തരം. സുപ്രസിദ്ധമായ ഗെറ്റിസ്ബർഗ് പ്രസംഗം നടത്തിയതാര്? എബ്രഹാം ലിങ്കൺ, ജവഹർലാൽ നെഹ്റു, ഗാന്ധിജി, സർദാർ വല്ലഭായ് പട്ടേൽ. ഗെറ്റിസ്ബർഗ് പ്രസംഗം നടത്തിയത് എബ്രഹാം ലിങ്കൺ ആയിരുന്നു. ഒരു ബാരൽ എന്ന് പറയുന്നത് എത്ര ലിറ്ററാണ്? 100 ലിറ്റർ, 110 ലിറ്റർ, 130 ലിറ്റർ, 160 ലിറ്റർ. ഒരു ബാരൽ എന്ന് പറയുന്നത് 160 ലിറ്ററാണ്. ബുൾ മാർക്കറ്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്വർണ്ണ വിപണി, ഓഹരി വിപണി, പെട്രോളിയം വിപണി, കമ്പ്യൂട്ടർ വിപണി. ബുൾ മാർക്കറ്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നേപ്പാൾ കൊട്ടാരത്തിലെ കൂട്ടക്കൊലയിൽ വധിക്കപ്പെട്ട രാജാവ് ആരായിരുന്നു? വീരേന്ദ്ര രാജാവ്, മഹേന്ദ്ര രാജാവ്, സജീന്ദ്ര മഹാരാജാവ്, ഗോവർദ്ധന രാജാവ്. നേപ്പാൾ കൊട്ടാരത്തിലെ കൂട്ടക്കൊലയിൽ വധിക്കപ്പെട്ട രാജാവ് ആരായിരുന്നു? വീരേന്ദ്ര രാജാവ്, മഹേന്ദ്ര രാജാവ്, സജീന്ദ്ര മഹാരാജാവ്, ഗോവർദ്ധന രാജാവ്. വീരേന്ദ്ര രാജാവായിരുന്നു. തെഹ്രി ഡാം പ്രൊജക്റ്റ് ഏത് നദിയിലാണ്? താപ്തി നദി, കൃഷ്ണ, ഭഗീരഥി, തുംഗഭദ്ര. തെഹ്രി ഡാം പ്രൊജക്റ്റ് ഏത് നദിയിലാണ്? തുംഗഭദ്ര നദിയിലാണ്. വിദേശത്ത് ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ഇന്ത്യൻ ബാങ്ക് ഏത്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്ക്, ഗ്രാമീൺ ബാങ്ക്, HDFC ബാങ്ക്.
സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ്. പഞ്ചശീലം ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെ? ഇന്ത്യ ചൈന, ഇന്ത്യ ജോർദാൻ, ഇന്ത്യ പാകിസ്ഥാൻ, ഇന്ത്യ റഷ്യ. പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ച രാജ്യങ്ങളാണ് ഇന്ത്യയും ചൈനയും. APJ അബ്ദുൽ കലാം ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയാണ്? 8ാമത്തെ, 9ാമത്തെ, 10ാമത്തെ, 12ാമത്തെ? APJ അബ്ദുൽ കലാം ഇന്ത്യയിലെ 12ാമത്തെ രാഷ്ട്രപതിയായിരുന്നു. തോറിയത്തിൻ്റെ അയിര് ഏത്? ബോക്സൈറ്റ്, മോണോസൈറ്റ്, ലിഗ്നൈറ്റ്, ഇൽമനൈറ്റ്. തോറിയത്തിൻ്റെ അയിര് ഏതാണ്? മോണോസൈറ്റാണ് തോറിയത്തിൻ്റെ അയിര്. വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ വർഷം ഏത്? 1972, 1974, 1976, 1979. വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് 1976. ത്വക്കിന് നിറം മാറ്റം വരുത്തുന്ന അമ്ലം ഏത്? നൈട്രിക് ആസിഡ്, അൾട്രാ വയലറ്റ്, സോഡിയം ബൈകാർബണേറ്റ്, മയോഗ്ലോബിൻ. ത്വക്കിന് നിറമാറ്റം വരുത്തുന്ന അമ്ലമാണ് നൈട്രിക് ആസിഡ്. കല്ലുവിഴുങ്ങി പക്ഷി എന്നറിയപ്പെടുന്ന പക്ഷി ഏത്? ഒട്ടകപ്പക്ഷി, പൊന്മാൻ, ആകാശക്കുരുവി, ആഫ്രിക്കൻ ഈഗിൾ. കല്ലുവിഴുങ്ങി പക്ഷി എന്നറിയപ്പെടുന്ന പക്ഷിയാണ് ഒട്ടകപ്പക്ഷി. കോഴിയുടെ ശാസ്ത്രീയ നാമം എന്ത്? കോർവസ്, എപ്പിസ്, സിറ്റാക്കുല, ഗാലസ് ഗാലസ്. കോഴിയുടെ ശാസ്ത്രീയ നാമമാണ് ഗാലസ് ഗാലസ്. ഹൃദയാന്തർഭാഗത്തുള്ള ഹൃദയസ്പന്ദനത്തിന് പ്രചോദനം നൽകുന്ന കേന്ദ്രം ഏത്? പേസ് മേക്കർ, പെരിക്കാർഡിയം, നാഡീസെൽ. ഇവയൊന്നുമല്ല. പേസ് മേക്കറാണ് ശരിയായ ഉത്തരം. വ്യാസമഹാഭാരതം പൂർണ്ണമായും മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ മഹാകവി ആര്? പത്മനാഭക്കുറുപ്പ്, ഭട്ടതിരിപ്പാട്, ഉള്ളൂർ, കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കുഞ്ഞിക്കുട്ടൻ തമ്പുരാനായിരുന്നു. മലയാറ്റൂർ രാമകൃഷ്ണന് വയലാർ രാമവർമ്മ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏത്? യജ്ഞം, യന്ത്രം, അക്ഷരം, കയർ. മലയാറ്റൂർ രാമകൃഷ്ണന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതിയായിരുന്നു യന്ത്രം. പിന്നണി ഗാനങ്ങൾക്ക് തുടക്കം കുറിച്ച മലയാള സിനിമ ഏത്? മാർത്താണ്ഡവർമ്മ, നിർമ്മല, നീലക്കുയിൽ, ചിദംബരം. പിന്നണി ഗാനങ്ങൾക്ക് തുടക്കം കുറിച്ച മലയാള സിനിമയായിരുന്നു നിർമ്മല. ഫിഫയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സ്വിറ്റ്സർലാൻഡ്, അമേരിക്ക, കൊറിയ, ഇറ്റലി. ഫിഫയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സ്വിറ്റ്സർലാൻഡിലാണ്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ വേദി ഏതായിരുന്നു? കണ്ണൂർ, കൂത്തുപറമ്പ്, പയ്യന്നൂർ, മാടായി. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ വേദി പയ്യന്നൂർ ആയിരുന്നു. സ്വതന്ത്ര ഇന്ത്യയിൽ വധശിക്ഷയ്ക്ക് വിധേയനായ ആദ്യ വിദേശി ആര്? അജ്മൽ കസബ്, ML തഹലിയാനി, അഫ്സൽ ഗുരു, സജിൻ ഗൗത്ത്. അജ്മൽ കസബായിരുന്നു. മുലയിൽ പുരുഷന്മാർ എന്ത് ചെയ്യുന്നതാണ് സ്ത്രീകൾക്ക് കൂടുതൽ ഇഷ്ടം? ഉമ്മ വെക്കുന്നത്, തിരുമ്മുന്നത്, ലിംഗം ഉരസുന്നത്, മുല കടിക്കുന്നത്. മുല തിരുമ്മുന്നതാണ്.